السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم أما بعد. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്ന ഒരു ആയത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങൾക്ക് സംഭവിച്ച ഏതൊരു വിപത്തും, ഏതൊരു പ്രയാസവും, ഏതൊരു പരീക്ഷണവും ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനത്തിൻ്റെ തിക്തഫലമാണ് എന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ശൂറായിലെ 30-ാമത്തെ ആയത്താണ്. ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വയഅഫു അൻ കസീർ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊന്നും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ നമ്മളെ കാതുകൊണ്ടും, നമ്മളെ ചെവി കൊണ്ടും, നമ്മുടെ ഹൃദയം കൊണ്ടും, നാവ് കൊണ്ട്, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട്, ഇതിലൂടെ എല്ലാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നാം ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല അർഹമുർ റഹീമാനാണ്. അള്ളാഹു തആല ഒരേയധികം പരമകാരുണ്യകനാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ കരുണയുടെ കടാക്ഷം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വയഅഫു അൻ കസീർ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല മാപ്പാക്കുകയാണ്. അത് അതിക്രമിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പിടിച്ച് ശിക്ഷിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ ഭാഗമായി അള്ളാഹു നമ്മളെ ഉണർത്താൻ വേണ്ടി, അള്ളാഹു നമ്മളെ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി, ഒഴിവാകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് വേണ്ടി ചില ഉണർത്തലുകളാണ് നമ്മൾ മുമ്പിൽ തരുന്ന ചില പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരും പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആരും പരീക്ഷണങ്ങളിൽ നിന്ന് ഒഴിവല്ല. പ്രവാചകന്മാർ ഒന്നാമത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകന്മാരെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണല്ലോ, ഏറ്റവും ഊദീതു ഫില്ലാഹ് വമാ ഊദിയ അഹദു മിൻ ഖബ്ലി. എല്ലാ പ്രവാചകന്മാരും, നമ്മളെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. 10-13 വർഷത്തോളം മക്ക ജീവിതം തന്നെ നമുക്ക് ഒന്ന് പരിശോധിച്ച് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഈ പരീക്ഷണങ്ങളെന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. വലനബ്ലുവന്നക്കും, അല്ലാഹു തആല പല ആയത്തുകളിലും വളരെ താക്കീതോടുകൂടെ വിവരിക്കുന്ന കാര്യമാണല്ലോ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കൊണ്ട് സൂറത്തുൻ നഹ്ലിൽ ശിക്ഷിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. വലൗ യുആഖിദുല്ലാഹു الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. സൂറത്തുൻ നഹ്ലിലെ 61-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന തെറ്റക്രമത്തിൻ്റെ പേരിൽ അല്ലാഹു തആല പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഭൂമുലകത്ത് ഒരു മൃഗങ്ങളെ പോലും അല്ലാഹു തആല ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നാ. പക്ഷേ ഇവിടെ അല്ലാഹു തആല പറയുന്നു, വലാകി യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, പക്ഷേ അവരെ ഞാൻ പിന്തിപ്പിക്കുന്നത് അവർക്ക് നിശ്ചയിച്ച ചില അവധികളുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ആ അവധി വരെ അവരെ പിന്തിപ്പിക്കും. ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലാഹു സുബ്ഹാനഹു തആല പിന്തിപ്പിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് നാം അറിയേണ്ടതും നാം പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും, പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പതറാനുള്ളതല്ല, നമ്മൾ പതറേണ്ടവരല്ല. ഇതിലെല്ലാം എൻ്റെ ഇബാദുകളായ എൻ്റെ അടിമകൾ അവരുടെ പ്രതികരണം എന്താണ്, അവരുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കുന്നതിന് പകരം അവർ ആ വിശ്വാസത്തിൽ പതറിക്കൊണ്ട് ഇതിൽ നിന്നെല്ലാം അവരുടെ വിശ്വാസത്തെ അവർ തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെയുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക,
അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അത് നമ്മളുടെ വിജയത്തിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? അതല്ല അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിച്ച കാര്യങ്ങൾ നാം വിട്ടുനിൽക്കുന്നുണ്ടോ? അപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അള്ളാഹു തആല വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടെ വിട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെയാണ് അള്ളാഹു തആല ഒരു മുഅ്മിനിൽ നിന്നുള്ള പരീക്ഷണം എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മളെ വരുന്ന പരീക്ഷണങ്ങളിൽ പതറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവർ അള്ളാഹുവിനെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.